ഈശ്വരാർപ്പണം നടത്തി ജീവിക്കേണ്ട സമയമാണ്. നമ്മളൊന്നൊന്നുമല്ല, ഭഗവാനാണ് എല്ലാം എന്നുള്ളതായ ബോധത്തിൽ നമ്മൾ ജീവിക്കണം. ആണ് ധാർമ്മികമായ ബോധത്തിൽ ജീവിക്കണം എന്ന് പറഞ്ഞത്. ധാർമ്മികമായിട്ടുള്ള ബോധം, അതുപോലെ തന്നെ ധാർമ്മികമായിട്ടുള്ള മാർഗത്തിൽ നമ്മൾ ജീവിക്കണം. ധാർമ്മികമായിട്ടുള്ള മാർഗം മാത്രമേ നമ്മളെ സംരക്ഷിക്കൂ. മറ്റതൊക്കെ നമ്മളെ കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കും. ധാർമ്മികമായിട്ടുള്ള മാർഗങ്ങൾ എപ്പോഴും നമ്മളെ കുന്നത്തേക്ക് കയറ്റും, നമ്മളെ പിടിച്ചുയർത്തും. ധാർമ്മികമായിട്ടുള്ള മാർഗത്തിലൂടെ നിറഞ്ഞു ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിലെ ആദ്യത്തെ പടികളാണ് മാതൃസ്മരണം, പിതൃസ്മരണം. മാതാവിനെയും പിതാവിനെയും മാതാവിൻ്റെയും പിതാവിൻ്റെയും കുലത്തിനെ അറിഞ്ഞു ജീവിക്കുക, കുടുംബങ്ങളെ അനുസരിച്ച് ജീവിക്കുക, അവരുടെ പൂർവികന്മാരെ എല്ലാം ആരാധിച്ച് ജീവിക്കുക. ഇത് ധാർമ്മികമായിട്ടുള്ള ആദ്യത്തെ പടിയാണ്. അതാണ് എല്ലായിടത്തും മാതാ പിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാതാവും പ്രസാദിക്കണം, പിതാവും പ്രസാദിക്കണം, ഗുരുവും പ്രസാദിക്കണം, ഈശ്വരനും പ്രസാദിക്കണം. എന്നാലേ നമ്മളുടെ ജീവിതം പ്രസാദാവും. അപ്പം ഇതൊക്കെ പ്രസാദിക്കണമെങ്കിൽ നമ്മൾ ധാർമ്മികമായ ബോധത്തിൽ, ധാർമ്മികമായ മാർഗത്തിൽ ജീവിക്കണം. വേണ്ടത് തോന്നണം, വേണ്ടത് പറയണം, വേണ്ടത് ചെയ്യണം. ഇതാണ് ധാർമ്മികമായ മാർഗം. വേണ്ടാത്തത് തോന്നരുത്, വേണ്ടാത്തത് പറയരുത്, വേണ്ടാത്തത് ചെയ്യരുത്. അങ്ങനെ വേണ്ടാത്തത് ചിന്തിച്ച്, വേണ്ടാത്തത് പറഞ്ഞ്, വേണ്ടാത്തത് ചെയ്താൽ അത് ആസുരികമായിട്ടുള്ള മാർഗമായി. അത് ധാർമ്മികമായിട്ടുള്ള മാർഗമല്ല. അങ്ങനെ ധാർമ്മികമായിട്ടുള്ള മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് പല പാപങ്ങളും പേറേണ്ടി വരും. പിന്നെ അതിനുള്ള പരിഹാരങ്ങൾ നടത്തേണ്ടി വരും. കുറേ ധാർമ്മികമായിട്ടുള്ള മാർഗത്തെ നിന്ദിച്ച് നമ്മൾ ജീവിച്ചാൽ നമ്മൾ കുറേ പ്രാരാബ്ദങ്ങൾ പേറേണ്ടി വരുത്രേ. ധാർമ്മികമായ മാർഗങ്ങളെ വന്ദിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള പുണ്യം നമ്മളിലേക്ക് വർദ്ധിക്കുന്നു. അതിന് ധാർമ്മികമായിട്ടുള്ള മാർഗം നമ്മളെപ്പോഴും മുറുക്കി പിടിക്കുക. പിന്നെ ക്ഷമ പാലിക്കണം. സമയം വേണം, ക്ഷമ വേണം, പിന്നെ മനസ്സും വേണം. ഈ മൂന്നുണ്ടെങ്കിലേ നമുക്ക് ഇതൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ സ്വാമിയുടെ അനുഗ്രഹം കിട്ടാൻ ഈ മൂന്നും വേണം. സമയം വേണം, നമ്മൾ സമയം കണ്ടെത്തണം, അല്ലേ? അപ്പോഴേ നമുക്കിതൊക്കെ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ക്ഷമ നല്ലോണം വേണം. ക്ഷമയില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല, ശരിയല്ലേ? അതുപോലെ സമയവും ക്ഷമയും, അതുപോലെ മനസ്സ് ഇതിൽ നിറഞ്ഞു നിൽക്കണം. മനസ്സുണ്ടെങ്കിലേ ഇപ്പോൾ ഇതൊക്കെ നടക്കും. മനസ്സ് വന്നാൽ പിന്നെ സമയം ഉണ്ടാവും, ക്ഷമയുണ്ടാവും. ഈ മനസ്സ് വേണ്ടതുപോലെ വരുന്നില്ലെങ്കിൽ സമയവും ക്ഷമയൊക്കെ താളം തെറ്റും. അപ്പം നമ്മൾ എന്തൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിന് ഇതൊക്കെ അനിവാര്യമാണ്. നമ്മുടെ കർമ്മമാർഗത്തിൽ നമ്മുടെ ജീവിതം നിറഞ്ഞു നിൽക്കുമ്പോൾ ആ കർമ്മമാർഗത്തിലൂടെ നമ്മുടെ ജീവിതത്തിന് പുഷ്ടിപ്പുണ്ടാവുള്ളൂ. അപ്പോൾ ജീവിതത്തിന് പുഷ്ടിപ്പിന് വേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. അതിനാണ് യജ്ഞങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്. മണ്ണൊക്കെ ഉഴുതു മറിച്ചിട്ട് കടകളൊക്കെ കളഞ്ഞ് വിത്തൊക്കെ വിതച്ച് ആ വിത്തിന് വേണ്ടതൊക്കെ വാരി വിതറുന്നൊരു സമയമുണ്ടല്ലോ. അതുപോലെയാണ് നമ്മളുടെ ജീവിതം പുഷ്ടിപ്പോട് കൂടിയിട്ട് ആവണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് കുറച്ച് യജ്ഞങ്ങളിലൊക്കെ നമ്മൾ ലയിക്കണം. യജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതമാണ്. ആ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഓരോ യജ്ഞങ്ങളാണ്. ഈ യജ്ഞങ്ങളൊക്കെ വേണ്ടതുപോലെ ആവണമെങ്കിൽ നമ്മൾ ധാർമ്മികമായിട്ടുള്ള യജ്ഞങ്ങൾ കുറേ ചെയ്യണം.